എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പം നാളെ ക്രിസ്മസ് ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി? നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നാളെ ഡ്യൂട്ടി ഉണ്ട്. നാളെ ഡ്യൂട്ടി ഉണ്ടാവില്ല, ലീവാവെന്ന് വെച്ചിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വട്ടം ക്രിസ്മസിന് അവിടെ ലീവായിരുന്നു. ഇപ്പോൾ ഒരു രക്ഷയില്ല, ഇപ്രാവശ്യം ലീവില്ല. അപ്പം അങ്ങനെ നാളെ ലീവാവെന്ന് വിചാരിച്ചിട്ട് ചെറിയ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മിസ്സായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ നല്ല വിഷമമുണ്ട്. പിന്നെന്താ പറയുക, പഴയ പോലെ തന്നെ റൂമിൽ വന്നു, കുറച്ച് നേരം നടക്കാൻ പോയി. നടക്കാൻ വരുമ്പോൾ ഷോപ്പിലൊന്ന് കയറിയിട്ട് മീനൊക്കെ നോക്കിയപ്പോൾ നല്ല മത്തി കണ്ടു. ഒമാൻ മത്തിയാണ്. നല്ല നെയ്യുള്ള മത്തിയായിരുന്നു. അപ്പോൾ അത് കുറച്ച് വാങ്ങിയിട്ട് 1/2 കിലോ വാങ്ങിയുള്ളൂ. അത് വാങ്ങിയിട്ട് നല്ല പോലെ മസാല ഒക്കെ പുരട്ടിയിട്ട്, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പിന്നെ ലെമൺ, ഉപ്പ് ഇതൊക്കെ വെച്ച് നല്ല മസാല ഉണ്ടാക്കിയിട്ട് ഫ്രൈ ആണ്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പരിപ്പ് കറി ഉണ്ടാക്കുകയാണ്, പരിപ്പും ചീരയും. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളത്തെ നല്ല അടിപൊളി ഫുഡാണ് നമുക്ക് മിസ്സായത്. ഈ നല്ല ബീഫ് വരട്ടിയതും ചിക്കൻ വറുത്തതും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവും അച്ഛന്മാരുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട്. കുഴപ്പമില്ല, അതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് നമുക്ക് മത്തി കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് വിളമ്പിയിട്ടുണ്ട്. ഇനി ഒരു മത്തി എടുത്തിട്ട് നമ്മളെ പ്ലേറ്റിലേക്ക് വെക്കാം. നല്ല വലിയ മത്തിയാണ് കേട്ടോ. ഒമാൻ മത്തി പിന്നെ പറയണ്ടല്ലോ, നല്ല വലുപ്പം ഉണ്ടാവും. പിന്നെ അതിൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഉപ്പ് ഓൾറെഡി അതിലുണ്ടാവും. അപ്പോൾ നല്ല മസാല മാത്രം പുരട്ടിയിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. പിന്നെ കുറച്ച് പരിപ്പും ചീരയും കറി എടുത്തിട്ടുണ്ട്. പരിപ്പും ചീരയും ഞാനാണ് ഉണ്ടാക്കിയത് കേട്ടോ. പച്ചമുളകൊന്നും അങ്ങനെ ചേർക്കാണ്ട് മുളക് പൊടി ഇട്ടിട്ട് ഉണ്ടാക്കിയാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ അത് കൂട്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സംഭവം പരിപ്പ് കറി പിന്നെ എങ്ങനെ ഉണ്ടാക്കിയാലും അടിപൊളിയല്ലേ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ സംഭവം ഉഷാറായിട്ടുണ്ട്. പരിപ്പും ചീരയും അടിപൊളിയല്ലേ? പിന്നെ അതിൻ്റെ കൂടെ മത്തിൻ്റെ ഒക്കെ പറയണ്ടല്ലോ, നല്ല നെയ്മത്തിയാണ് കേട്ടോ. നല്ല മസാല ഒക്കെ വരട്ടിയിട്ട് നല്ല ഫ്രഷാണ് സംഭവം. അപ്പോൾ മത്തിയിൽ നിന്ന് ഒരു പീസ് എടുത്ത് ആ ചോറിൻ്റെ കൂടെ വെച്ചിട്ട് ആ പരിപ്പും കൂട്ടിയിട്ട് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നാളെ ക്രിസ്മസ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്പെഷ്യലെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പം നമ്മളിപ്പോൾ ഈ ഫുഡ് തന്നെയാണ് നാളെ ഓഫീസിൽ പോകുമ്പോഴും കൊണ്ടുപോകുക. ഇപ്പോൾ നാളേക്ക് വേണ്ടിയിട്ട് വേറെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് ഇതാണ് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ നമുക്ക് സാധാരണ മത്തിയും പരിപ്പ് കറിയും തന്നെ നാളെ ക്രിസ്മസ് ആയിട്ട് ഉച്ചക്ക്. പിന്നെ എന്തൊക്കെ ഫുഡ് മിസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ മത്തിയും പരിപ്പ് കറിയുടെ ഒക്കെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ കുറേ നാളായിട്ടുണ്ട് ഇങ്ങനത്തെ മത്തി കിട്ടിയിട്ട്, നല്ല ഒമാൻ മത്തി. അത് നല്ല നെയ്യുണ്ട്. ഇപ്പം നാട്ടിൽ നമ്മളെ ചെറിയ കുഞ്ഞുമത്തി ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റൊന്നും കിട്ടില്ല. പക്ഷേ ഇത് കുറേ നാളായിട്ടുണ്ട് ഇത്രയും നല്ല മത്തി കിട്ടിയിട്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഇനി ഡയറ്റൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചാണ്. രാത്രി ഫുഡ് കഴിക്കേണ്ട, രാത്രി ലൈറ്റായിട്ടൊക്കെ എന്തെങ്കിലും കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ കടയിൽ പോകുമ്പോൾ നല്ല ഫ്രഷ് മീൻ കിട്ടുമ്പോൾ മേടിക്കും. അപ്പോൾ പിന്നെ നല്ല ഫ്രഷ് മീൻ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല വറുക്കാൻ തോന്നും. അപ്പോൾ വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചോറും കൂട്ടിയിട്ട് കഴിക്കാൻ തോന്നും. ഇപ്പോൾ ഏകദേശം ഫുഡ് കഴിക്കുമ്പോൾ തന്നെ 11 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് പുറത്തൊക്കെ പോയി കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് ഉണ്ടാക്കി വരുമ്പോൾ ഏകദേശം 11 മണിയാകും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.